മിസ്സാണോ ഇവിടുത്തെ സ്റ്റുഡന്റ് ആണോ? സന്തോഷം, വളരെ വളരെ സന്തോഷം. ചേട്ടാ ഇത്തിരി പൊടി പിടിക്കുന്നുണ്ട്, ഓൾറെഡി ചെറിയ തൊണ്ടൊക്കെ വേദനകളുണ്ട്. ഒരുപാട് തവണ ഈ കോളേജിന്റെ മുമ്പിലൂടെ ഇങ്ങനെ പോയിട്ടുണ്ട്. ആ സത്യം. പക്ഷെ അന്നൊക്കെ വലിയ വലിയ ആഗ്രഹമായിരുന്നു ഒന്ന് ഇവിടെ കയറണമെന്ന്. എന്തായാലും വളരെ വളരെ സന്തോഷം. ഞങ്ങളുടെ കൂട്ടത്തിലെ കൊമ്പൻ ഇനി വരാനിരിപ്പുണ്ട് അല്ലേ? അതെ, ഞങ്ങൾ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ സിനിമയുടെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോ ഈ വരുന്ന 13 എന്ന് പറയുന്ന നാളെയാണ്. ഇന്നത്തോടുകൂടി ഓണാഘോഷം നിങ്ങൾ കഴിഞ്ഞോ? എനിക്ക് നാളെ ഉണ്ടോ? കോളേജ് ഉണ്ടോ? കേട്ടില്ല? ഇല്ല. ഓക്കെ, അപ്പൊ നാളെ വേറെ ഒരു പരിപാടി വരുന്നുണ്ട്. മലയാളികളെല്ലാം നെഞ്ചിലെത്തിയ മലയാളികള് ഒരിക്കലും മറക്കാത്ത ഒരാളുണ്ട്. ആരാണ്? നമ്മുടെ മണിച്ചേട്ടന്റെ പാർട്ടി കഴിഞ്ഞിട്ട് മോനെ വേറെ ഏതൊക്കെ അല്ലേ? അപ്പൊ പിള്ളേരുടെയാണ് ചോദ്യം ആണോ? ഓക്കെ, അപ്പൊ ഈ വേദിയിലേക്ക് ഒരാളെ അതിന് മുമ്പ് നേരത്തെ എന്തെങ്കിലും പറയണോ അല്ലേ? പ്രിയമുള്ളവരെ, പല സ്ഥലത്തും ഞങ്ങള് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് കോളേജുകളിൽ ഞങ്ങൾ ബാഡ് ബോയ്സിന്റെ പ്രൊമോഷനായിട്ട് പോയി. അന്നൊക്കെ ഞാൻ സെന്തിനോട് പറഞ്ഞു ഒന്ന് പരിപാടി, നമുക്കൊരു പരിപാടി എന്ന് പറഞ്ഞപ്പോ ഇല്ല തിരക്കാണ്, ഇങ്ങോട്ടാണെന്ന് പറഞ്ഞു ഉപയോഗിക്കുന്ന ആളുകൾ. എന്തായാലും സെന്തിനായിട്ട് സംസാരം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പാട്ടിലേക്ക് കിടക്കാം അല്ലെ? അതിന് മുമ്പ് സെന്തിനെ ആ പുള്ളിയോട് വിളിച്ചായിരുന്നു ഒരുപാട്. അപ്പൊ ഈ പാട്ട് പാടാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ വിളിക്കുകയാണ്. വെടിക്കെട്ട് എന്ന് പറയുന്ന സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ഷിബു പുലർക്കാശിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി സെന്തില് നിന്റെ ആഗമന ഉദ്ദേശം നടക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ തവണ അഞ്ചുകള കൊക്കാൻ എന്ന സിനിമയുടെ പ്രൊമോഷനോട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ എവിടെ ഇല്ലായിരുന്നോ? അന്ന് നിങ്ങൾ തന്ന ആ ഒരു സ്നേഹം അത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് ഞങ്ങളുടെ ബാഡ് ബോയ്സിനും ആ ഒരു സ്നേഹം വേണം. തിയേറ്ററിൽ പോയി കാണണം ഈ പടം ആണല്ലോ. ഞാൻ വിചാരിച്ചത് റഹ്മാനൊക്കെ വരുന്നതിന് മുന്നേ നമ്മുടെ പരിപാടിക്ക് അവതരിപ്പിച്ചേക്കാം. കാരണം ഇക്ക വന്നു കഴിഞ്ഞാൽ ഫുൾ ശ്രദ്ധ ഇക്കയിലേക്ക് പോകുമല്ലോ. കേട്ടില്ലേ? കഥ പറഞ്ഞ ഇവിടെ മുമ്പ് വന്നിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ കയറ്റി. നല്ല മനുഷ്യരാണ് ഇവര്. അപ്പൊ നമുക്ക് മനുഷ്യന്റെ പാട്ട് തുടങ്ങിയാലോ? അതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു സമ്മാനം ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കാം, റെഡിയാണോ? കൊടുത്താൽ നമുക്ക് റെഡി. ഇത്രയും നല്ല പടങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ കുഞ്ഞു പടമുണ്ട് ബാഡ് ബോയ്സ്. അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ഈ പടം കാണണം. താങ്ക് യു. അത്രയ്ക്ക് വിലയുള്ള ആൾക്കാരാണ് ഞങ്ങൾ അല്ലെ? പേര് മാത്രമേ ഉള്ളൂ ബാഡ് ബോയ്സ്.
മനസ്സ് മുഴുവൻ ഗുഡ് ബോയ് ആണ് അല്ലേ? ഞങ്ങളുടെ ഹീറോയിൻ ഷീലു എബ്രാഹിമിനെ മൈക്ക് കൊടുക്കുന്നു. എൻ്റെ കുഞ്ഞനുജത്തിമാർക്ക് എൻ്റെ 1000 ഉമ്മകൾ. റഹ്മാനിക്കെ പോലെ ഒരു എന്താ പറയുക, ഒരു നിത്യഹരിത നായകനെ നിങ്ങളുടെ മുന്നിൽ ഇവിടെ സ്റ്റേജിൽ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് നിങ്ങളുടെ മുന്നിൽ നിർത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഈ ഓണത്തിന് നിങ്ങളുടെ മുന്നിലേക്ക് നാളെ വരുമ്പോൾ അതിൻ്റെ ഒപ്പം ഇറങ്ങുന്ന മറ്റ് സിനിമകളുടെ പേരുകളും ഇവരൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും എന്താ പറയുക, ഒരേപോലെ തന്നെ പണം മുടക്കിയാണ് സിനിമയിലേക്കൊക്കെ വരുന്നത്. അപ്പം എല്ലാവരെയും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. ഈ ഓണം എന്ന് പറയുന്നതൊക്കെ ഒരു എന്താ പറയുക, നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു സന്തോഷമാണ്, നമ്മുടെ മുഖത്തുള്ളവർക്ക് അല്ലേ? ഓണം വരാൻ പോകുന്നു, ഓണം എന്നൊക്കെ പറയുമ്പോഴൊക്കെ അന്നേരം നമുക്ക് ഒരുപാട് സന്തോഷങ്ങളും കുടുംബക്കാരും ഫ്രണ്ട്സും നല്ല പുതിയ ഡ്രസ്സ്, ഓണക്കൊടികൾ, അങ്ങനെയുള്ള പലതും അല്ലേ ആഘോഷിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സിനിമകൾ, നല്ല സിനിമകൾ കാണാൻ പോകുന്നൊക്കെ. പക്ഷെ മലയാളികൾ എവിടെ ആയിരുന്നാലും ഓണത്തിന് ഒരു ജാതി മതം ഭേദം ഒന്നും ഇല്ലാത്തൊരു നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു ഫെസ്റ്റിവൽ എന്ന് പറയാം, അഹങ്കാരത്തോടെ അല്ലേ? നമുക്ക് മലയാളീസിന് മാത്രമുള്ള ഈ ഓണം. പക്ഷെ ഈ വർഷം അത് കുറച്ച് പേർക്ക് ഓണം ഇല്ലായിരിക്കാം. വയനാട്ടിലെ ദുരന്തം കാരണം കൊണ്ട് ഒരുപാട് പേരുടെ സ്വന്തം ബന്ധങ്ങളൊക്കെ നമ്മളെ വിട്ടു പോയിട്ടുണ്ട്. അവരൊരു കുറച്ച് നേരം ഒരു മിനിറ്റ് അവർ മനസ്സിൽ ഒന്ന് ചിന്തിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് അവർക്കും കൂടി ഞാൻ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്, പ്രേ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഈ ഓണം നല്ല അടിച്ചുപൊളിയായിട്ട് നമ്മൾ സിനിമ കാണുന്ന ഒരു കൾച്ചർ അത് നമ്മൾ വിടരുത്. എല്ലാ സിനിമകളും കാണണം, പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ചെയ്യില്ലേ? ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കുറേ ഫ്രണ്ട്സ് പഠിച്ച കോളേജാണ് ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ വിളിച്ചതിനോട് പറയാം, അടിപൊളി കോളേജാണ്, എൻ്റെ കുറേ ഫ്രണ്ട്സ് പഠിച്ചാണ്. അപ്പോൾ നല്ലൊരു സപ്പോർട്ടായിരുന്നു. താങ്ക് യു. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് നാളെ ഞങ്ങളുടെ മൂവിക്ക് ഉണ്ടാവണം, ഉണ്ടാവൂലേ? ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഹാപ്പി ഓണം. നാളെയാണ് ഞങ്ങളുടെ മൂവി റിലീസ് ആവുന്നത്. അപ്പോൾ എല്ലാവരും പോയിട്ട് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. തലമുറയിലെ കോളേജ് പിള്ളേരെ മാത്രമല്ല, പുതിയ തലമുറയിൽ എടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വട്ടം കൂടി പറഞ്ഞുകൊള്ളുകയാണ്, ഈ കണ്ട സ്നേഹം, നിങ്ങൾ തന്ന സ്നേഹം നാളെ തിയേറ്ററിൽ ഈ പടം കണ്ട് വിജയിപ്പിച്ച് സന്തോഷമാക്കി തീർക്കുക. നന്ദി, നന്ദി, നന്ദി. ഒരു മിനിറ്റ്